സാർ, സാറിൻ്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ഒരു നിസ്സഹായാവസ്ഥയോട് സാറൊന്ന് മനസ്സിലാക്കണം. ഞാൻ അവരുടെ പിന്നാലെ തന്നെയുണ്ട്. പിന്നാലെ നടന്നിട്ട് എന്തുവാടാ കാര്യം? താൻ കാര്യം നടത്ത്, എന്നിട്ട് പറ. അത് ഞാൻ നടത്തും സാർ, ഇനി ഒട്ടും വൈകത്തില്ല. തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ താൻ അത് പറ. ഞാൻ ഏജൻസിയെ സ്വാധീനിച്ച് തന്നെ അവിടെ നിന്ന് മാറ്റാം. എന്നിട്ട് മറ്റൊരു സെക്യൂരിറ്റിയെ കൊണ്ട് ഞാൻ ഈ ഓപ്പറേഷൻ നടത്താം. അയ്യോ, അതൊന്നും വേണ്ട സാർ. ഇത് ഞാൻ തന്നെ ചെയ്തോളാം. ഞാൻ തന്നെ ചെയ്യും. കാരണം എനിക്കുണ്ട് ആ വീട്ടുകാരോട് അത്രയ്ക്ക് പക. എന്തെങ്കിലും കള്ളക്കളി നടന്നാൽ അതോടെ തന്നെ മാത്രമല്ല ഈ ജഗന്നാഥൻ ഇല്ലാതാക്കാൻ പോകുന്നത്, തന്റെ കുടുംബം ഒന്നടങ്കം ഞാൻ നശിപ്പിച്ചു കളയും. പറഞ്ഞേക്കാം. അയ്യോ ഇല്ല സാർ, ഇനി അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ശരി, ഇപ്രാവശ്യം കൂടി ഞാനങ്ങ് ക്ഷമിക്കുന്നു. പിന്നെ പുതിയ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ ഞാൻ ഉടനെ അറിയിക്കാം. ഇനി എന്റെ പദ്ധതി പ്രകാരം നടത്തിയാൽ മതി ഈ 2 കൊലപാതകങ്ങളും. ഇപ്രാവശ്യമെങ്കിലും എല്ലാം വളരെ കൃത്യമായിട്ട് നടക്കണം. അതിന് ഉടനെ തന്നെ ഞാൻ നാരായണനെ വിളിക്കാം. എന്തോടെ ഈ കാണിക്കുന്നത്? സോറി ചേട്ടാ, ഒരു അത്യാവശ്യമുള്ളതുകൊണ്ട് എങ്ങനെ നിർത്തിച്ചത്. ഇടിച്ചിരുന്നെങ്കിലോ? ഇടിച്ചില്ലല്ലോ, ഞാൻ സോറി പറഞ്ഞില്ലേ. എന്താ ഇവിടെ? ശ്യാമേ, എനിക്കൊരു കാര്യം അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ട്. എന്താ? അതൊക്കെയുണ്ട്. എന്തായാലും ഓട്ടോ നമുക്ക് വിട്ടേക്കാം, എന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കാം. എത്ര ചേട്ടാ? 100 രൂപ. വേണ്ട, ഞാൻ കൊടുത്തോളാം. എത്ര? 100. എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയി നിന്ന് സംസാരിക്കാം. എന്റെ കാറിലോട്ട് കയറ്. കയറ് ശ്യാമേ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അഖില്. സമാധാനമായിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്. അതിന് പറ്റിയ സ്ഥലത്തോടെ തന്നെ പോണം. കയറ് ശ്യാമേ, കയറ്. ശ്യാമ ഇറങ്ങ. നമ്മളെന്താ ഇവിടെ? ശ്യാമ വരൂ. Congratulations.
ദൈവത്തിന്റെ വരദാനം വേണ്ടുവോളം കിട്ടിയ സൂപ്പർ ഗായികയ്ക്ക് എന്റെ അഭിനന്ദനങ്ങൾ. എന്തേ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായ കാര്യമല്ലേ ശ്യാമേ ഞാനീ പറയുന്നത്. എന്തിനാ ശ്യാമേ ഇനി ഈ കള്ളത്തരം? സർഗസിദ്ധി എന്ന് പറയുന്നത് ദൈവം കനിഞ്ഞു തരുന്നതാണ്. അത് ചില ഫ്രോഡുകൾക്കായി ദുർവിനിയോഗം ചെയ്യാനുള്ളതല്ല. വിവേക്, ഞാൻ എന്നിൽ നിന്ന് ഇനി ആ കാര്യങ്ങളൊന്നും ഒളിക്കാൻ നോക്കണ്ട ശ്യാമേ. എല്ലാം അറിഞ്ഞൊന്നു മാത്രമല്ല, നേരിലെല്ലാം കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു. എന്നാലും ആ വിസ്മി അവളുടെ അമ്മയും എത്ര ഭയങ്കരികളാണ്. ഒരു ഉളുപ്പില്ലാത്ത നാണംകെട്ട ജന്മങ്ങൾ. ഇതെന്താ സംഗീത കച്ചവടം? വിസ്മയെ ചുണ്ടനക്കുന്നു, ശ്യാമ പാടുന്നു. വിവേക്, അതും അപൂർവ നാദത്തിനുടമയായ ഒരു സംഗീത ദേവത. പണ്ടേ ആ വിസ്മയ എനിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്കത് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു. എന്താ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളൊക്കെ തുറന്നു പറയണോ ശ്യാമേ? എങ്കിൽ പറയാം. എന്താ, ഇനിയെങ്കിലും സമ്മതിക്കാമോ ശ്യാമേ ഞാൻ പറഞ്ഞൊക്കെ സത്യമാണെന്ന്? നിവൃത്തിയില്ലാതെ വന്നപ്പോ ചെയ്തു പോയൊരു അഗ്രിമെന്റാ. എന്ത് അഗ്രിമെന്റ്? ഇതൊരു നീചമായ ചതിയല്ലേ? ക്രൂരമായ വഞ്ചനയല്ലേ? അടിമപ്പണി ചെയ്യിക്കുന്നതിന് പിന്നെ ന്യായീകരണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഒരാളുടെ സർഗവാസന വിലയ്ക്ക് വാങ്ങിച്ചിട്ട് തന്റെ പ്രശസ്തിക്കായി ഉപയോഗിക്കുന്നവരെ തെരുവിലിട്ട് തല്ലിക്കൊല്ലുക വേണ്ടത്. ഞാനൊരു ട്രാപ്പിലായി പോയതാ. ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടണം ശ്യാമേ. അത്ര വലിയൊരു അത്യാവശ്യത്തിന് എനിക്കവരുടെ സഹായം വാങ്ങേണ്ടി വന്നതാ. ആ സഹായത്തിന്റെ പ്രതിഫലമായിട്ട് ഞാൻ അവർക്ക് പാടിക്കൊടുക്കുന്നത്. എനിക്ക് അവർക്ക് വേണ്ടി പാടിക്കൊടുത്തേ പറ്റൂ. റെയിൽപാളത്തിൽ കൊണ്ടുചെന്ന് തല വച്ചിട്ട് എനിക്കിവിടെ കിടന്നേ പറ്റൂവെന്ന് പറയുന്നതിന് തുല്യമാണ് ശ്യാമയുടെ വാക്കുകൾ. ആ സ്ത്രീകള് മനുഷ്യരാണോ? അവര് ശ്യാമയോട് ചെയ്യുന്ന ക്രൂരത ഈ ലോകത്ത് വലുത് നടക്കുന്നതാണോ? അവര് മനുഷ്യപ്പെട്ടുള്ളവരല്ല. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എനിക്കാ. എന്റെ അഖിൽ സാറിനെ ഇവരെ തട്ടിയെടുക്കാൻ അവര് രണ്ടുപേരും കൂടി ശ്രമിച്ചതാ. അതുകൊണ്ട് അതെങ്ങനെ? കേൾക്കട്ടെ. ഓഹോ, അത് ശരി. അതിനിടയ്ക്ക് അവരെന്നെ തേച്ചൊട്ടിക്കാനും ശ്രമിച്ചുവല്ലേ? ശ്യാമേ, ഇനി ശ്യാമ അവർക്ക് വേണ്ടി പാടരുത്. ശ്യാമയുടെ കഴിവ് ലോകം മുഴുവനും അറിയണം. വിവേക്, ഞാൻ വിസ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ പാടിക്കൊടുക്കുന്ന കാര്യം അഖിൽ സാറിനോ സാറിന്റെ വീട്ടുകാർക്കോ അറിയില്ല. ദയവായി ദയവായി അഖിൽ സാർ ഇക്കാര്യം അറിയരുത്. വിവേക് പറയരുത്. അവൻ അറിഞ്ഞില്ലേ പറ്റൂ. ശ്യാമയ്ക്ക് ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? ഞാൻ അഖിൽ സാറിനോട് ഒരേ ഒരു കള്ളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇക്കാര്യം മാത്രോ. ഈ വിവരം സാർ അറിഞ്ഞ ഞാൻ കള്ളം പറഞ്ഞതിന്റെ പേരിൽ അഖിൽ സാർ എന്നെ വെറുക്കും. ചിലപ്പോ ഉപേക്ഷിക്കുകയും ചെയ്യും. അഖിൽ ദുഷ്ടനൊന്നുമല്ല.
കാര്യം അറിയുമ്പോ അവൻ ശ്യാമയെ കൂടുതൽ സ്നേഹിക്കും. എന്നാലും അഖിൽ സാർ ഇതൊരിക്കലും അറിയരുത്. വിവേക് പറയോ? ഇല്ല, ഞാനായിട്ട് പറയുന്നില്ല. പക്ഷേ ശ്യാമ ഇത് അഖിലിനോട് തുറന്നു പറഞ്ഞേ പറ്റൂ. ഒരവസരം വരുമ്പോ ഞാനത് പറഞ്ഞോളാം. ശരി, ഞാൻ ആരോടും പറയുന്നില്ല. പക്ഷേ ഒരു പാട്ടുകാരൻ എന്ന നിലയ്ക്ക്, ഒരു സംഗീതജ്ഞൻ എന്ന നിലയ്ക്ക് എനിക്ക് നല്ല സങ്കടമുണ്ട്. ശ്യാമ സാധാരണ ഒരു പാട്ടുകാരിയൊന്നുമല്ല. അപാരമായ സംഗീത ബോധമുള്ള, വിവരിക്കാനാവാത്ത സർഗസിദ്ധിയുള്ള ഒരു ഗായികയാണ്. ഇത്രയും വലിയ കഴിവുകളൊന്നും ദൈവം ആർക്കും കൊടുക്കാറില്ല. സാക്ഷാൽ സരസ്വതി ദേവിയുടെ അനുഗ്രഹമാണിത്. അത് പാട്ടുമായി പുലബന്ധം പോലുമില്ലാത്തൊരു പെണ്ണിന് വേണ്ടി നശിപ്പിക്കരുത്. സംഗീത ദേവതയെ ഇങ്ങനെ അപമാനിക്കരുത്. എന്തായാലും ശ്യാമവാ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം. ഏതായാലും ശ്യാമ സമാധാനമായിട്ട് പൊയ്ക്കോളൂ. ഒന്നും പേടിക്കണ്ട. അനുക്കുട്ടിയുടെ അമ്മ വന്നിട്ടില്ലേ? ഇപ്പൊ വരും കേട്ടോ. ആ, ദേ വന്നല്ലോ. അശ്വതിയല്ലേ? അശ്വതി ഇവിടെ ഉണ്ടായിരുന്നോ? ചേട്ടൊന്ന് വേഗം പൊക്കോ. ശരി. ആദ്യേട്ടാ, ആദ്യേട്ടാ, എന്താ? ഒന്നുമില്ല മോളെ, വാ. പാടാൻ അവസരം ലഭിച്ചപ്പോ മുതൽ ഞാൻ വല്ലാത്തൊരു ത്രില്ലിലായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് രാവിലെ വരെ ഞാനൊരു ധ്യാനത്തിലായിരുന്നു. പാട്ട് എന്റെ ജീവിതമാണ്. സംഗീതം എന്റെ ആത്മാവാണ്. പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയല്ല ഞാൻ പാടുന്നത്. ഞാൻ പാടുന്നത് എന്റെ ആത്മാവിന്റെ ദാഹം തീരാന്. കോടികളുടെ ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന
മലയാള ചിത്രത്തിന് വേണ്ടിയാ ദേ കാണു പാട്ട് പാടിയത്. ടിവിയിൽ വിസ്മയ ഗാനം അവള് ലോക ഉടൻ തന്നെ പ്രശസ്തയായി. release ചെയ്യും. അവളെ ഇപ്പോ ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുക. ഈ ചിത്രത്തിന് ഇതുവരെ അങ്ങനെ വേണം പെണ്ണുങ്ങൾ. അറിയാൻ കഴിഞ്ഞത്. പാടുന്ന പാട്ട് തന്നെയാ അവളുടെ വ്യക്തിത്വം. ഇവളാ കലാകാരി. എന്റെ മരുമകളാവേണ്ടിയിരുന്നു ഈ കുട്ടി. എങ്കിലെനിക്ക് അഭിമാനപൂർവ്വം പറയായിരുന്നു, ദേ എന്റെ മരുമകളെന്ന്. വിസ്മയുടെയും അഖിലിന്റെയും കല്യാണം നടന്നിരുന്നെങ്കിൽ ഈ ആനന്ദ നിലയത്തിന് തന്നെ എന്തൊരന്തസ്സായിരുന്നു. ഇപ്പൊ 4 ആള് കൂടുന്നിടത്ത് അമ്മയ്ക്ക് പറയാനാവോ, ദാ ആ നിൽക്കുന്നവളാണ് എന്റെ മകന്റെ ഭാര്യന്ന്? ആ വലിയ അഷ്ടപതിക്കാരന്റെ മകളാത്രേ. ഈ വിസ്മയ പാടുന്നത് പോലെ ഒരു 2 വരി നിനക്ക് പാടാനൊക്കോ? എന്താ മോളെ? ആ കൊച്ചിന് വരെ വഷളാക്കും ഇവൾ ഒരുത്തി. ശ്യാമാൻറ്റി, എനിക്ക് ശ്യാമാൻറ്റിയുടെ ഒത്തിരി സ്കൂൾ കഥകൾ പറയാനുണ്ട്. അതിനിപ്പോ എന്താ, ശ്യാമാൻറ്റി കേക്കാലോ. ഇപ്പൊ ശ്യാമാൻറ്റി റൂമിലേക്ക് പോയിക്കോട്ടെ. അല്ല, ഇവിടെ എന്താ? വിസ്മയ സിനിമ പാടിയിരുന്നു, അതിന്റെ ഇന്റർവ്യൂ. അരുന്ധതിക്കും മോൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ വേണമല്ലോ. നിന്നേ, നിക്കാൻ. നിങ്ങളുടെ കുഞ്ഞെവിടെ? കുഞ്ഞെവിടെയെന്ന്? അവൾ ആശുപത്രിയില. ഏത് ആശുപത്രിയില്? ഗവൺമെന്റ് ആശുപത്രിയില്. കയറ്, ആ കാറിലോട്ട് കയറ്. ഇവിടുന്ന് 5-8 കിലോമീറ്ററിലേ ഉള്ളൂ. ഹോസ്പിറ്റലിലേക്ക് ഞാൻ കൊണ്ടുവിടാം. നിങ്ങളുടെ കുഞ്ഞവിടെ ഒറ്റയ്ക്കല്ലേ? സീരിയസ് ആയി കിടക്കുന്ന കുഞ്ഞല്ലേ? അതിനെന്തെങ്കിലും പറ്റിയാലോ? കാറിലോട്ട് കയറാൻ. സാർ എന്നോട് ക്ഷമിക്കണം. ഞാൻ കാശിന് വേണ്ടി ചെയ്തതാ ആ ആശുപത്രി നാടകം. കാശിന് വേണ്ടി ചെയ്തെന്നോ? അതെ. സാറിന്റെ യാത്ര ഒന്ന് വൈകിപ്പിക്കണം. ചെല്ലാമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒത്തിരി വൈകിയേ ചെല്ലാവൂ. അതിനുവേണ്ടി GS അരുന്ധതി ഒരുക്കി അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ ഈ ആശുപത്രി ഡ്രാമ. ആ കുഞ്ഞ് എന്റേതല്ല, അതിനൊരു അസുഖവുമില്ല. സാർ എന്നോട് ക്ഷമിക്കണം. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേണ്ടതാ. പൊയ്ക്കോ. അമ്മയും മകളും കൂടി എന്നെ ചതിക്കുകയായിരുന്നല്ലേ. വലിയ പാട്ടുകാരിയായി ചമഞ്ഞ് എന്നെയും കെട്ടി എന്റെ ജീവിതം തുലയ്ക്കാമെന്ന് കരുതി. അതുകൂടാതെ എനിക്കിട്ട് 8ന്റെ പണി തരാമെന്ന് അമ്മയും മോളും കൂടി കരുതി. അവർക്കൊരു 16ന്റെ പണി നല്ല പാൽപ്പായസത്തിൽ തന്നെ ഞാൻ കൊടുക്കും. അമ്മയും മകളും 2 കീടങ്ങള്.